ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി വോയേജ്. ഇന്ന് നമ്മൾ ദിവാലി സ്പെഷ്യലായിട്ട് നാൻ കട്ടായി ആണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല മധുരമുള്ള നല്ല ക്രഞ്ചി ബിസ്ക്കറ്റാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവൻ വെച്ചിട്ടും ഓവൻ ഇല്ലാതെയും രണ്ട് രീതിയിലും നമ്മളിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നാൻ കട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്കയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ല മധുരമുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പം മധുരം കുറവ് മതി എന്നുള്ളവർ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മാറ്റിയിട്ട് ഇത് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്തിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓരോ സ്പൂൺ വീതം ചേർത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് നമുക്ക് ഈ പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയിലേക്ക് നെയ്യ് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് ടെക്സ്ചറൊക്കെ നല്ല കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത നെയ്യ് മുഴുവനും പൊടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൊടി നന്നായിട്ട് നെയ്യിൽ കുതിർന്നു വന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സ്മൂത്ത് ഡോ ആക്കി മാറ്റണം. ഇപ്പോൾ ഇവിടെ ഇത് 2-3 മിനിറ്റ് കുഴച്ചെടുത്തപ്പോഴത്തേക്കും നല്ലൊരു സ്മൂത്ത് ഡോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കൈയൊക്കെ കഴുകിയൊന്ന് തുടച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് പരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല സ്മൂത്ത് ബോളായിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കനം കുറഞ്ഞ് പോവരുത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു കനത്തിൽ ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതുപോലെ പരത്തുന്ന സമയത്ത് ക്രാക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒന്നും കൂടി കൈയുടെ ഉള്ളിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. സൈഡിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഒരേ വലുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. ഇപ്പം നമ്മളിവിടെ കുറച്ച് ട്രേയിലും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പ്ലേറ്റിലും വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് നെയ്യ് പരട്ടി കൊടുത്തിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റിലുള്ളത് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ട്രേയിലുള്ളതാണ് നമ്മൾ ഓവനകത്ത് ബേക്ക് ചെയ്യുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയോ ബദാമോ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പിസ്തയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഇനി ഇവിടെ ഇതാ ഈ ഒരു വലിപ്പമുള്ള ഒരു ബർണറിൽ ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലൊരു 1/2 ഇഞ്ച് കനത്തിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു നടുക്ക് ഇതുപോലെ ഒരു റിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഈ പാത്രം അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഈ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ കുറച്ച് വലിപ്പമുള്ളൊരു ബർണർ ആയതുകൊണ്ട് ഇനി ഇതിൻ്റെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ബിസ്ക്കറ്റ് റെഡിയാവാനായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് നേരം സമയമെടുക്കും. ഓവനകത്ത് ബേക്ക് ചെയ്തത് ഇപ്പോൾ ഒരു 16 മിനിറ്റ് ആയപ്പം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. എങ്കിലും ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ബിസ്ക്കറ്റിനകത്ത് കാണുന്ന പോലെ ചെറിയ ചെറിയ ക്രാക്സ് ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് കൂടുതൽ ക്രാക്സും ഉണ്ടാവാറുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ബേക്ക് ആയോന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം ഇതുപോലെ നമ്മളൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ടൊന്ന് മറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഈ കാണുന്ന പോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് കുക്കായി എന്നാണ് അർത്ഥം. അപ്പം ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ സ്റ്റൗവിൽ ബേക്ക് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് പാകത്തിന് ബേക്ക് ആയോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബിസ്ക്കറ്റ് പതുക്കെ ഒന്ന് പൊക്കി നമുക്ക് അതിൻ്റെ അടിഭാഗം ബ്രൗൺ ആയോ എന്ന് ചെക്ക് ചെയ്യണം.
ബിസ്ക്കറ്റ് ഇപ്പം നല്ല ഉറച്ചിട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടെ വേണം ഇത് പതുക്കെ പൊക്കി നോക്കാനായിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ബിസ്ക്കറ്റിൻ്റെ അടിഭാഗത്ത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. എൻ്റെ കൈ കൊണ്ട് മറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെക്കുന്ന സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് ചിലപ്പം ടൈമിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫറൻസ് വരാം. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് നമുക്കിത് ഇപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഓവനിൽ വെച്ചിട്ടും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും രണ്ട് രീതിയിലും നമ്മളിവിടെ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നാൻ ഖട്ടായി ബിസ്ക്കറ്റ്സ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.